പണം തരാനുള്ള പെണ്ണാണെങ്കിൽ കാത്തിരിക്കുന്നതാണ് ഉത്തമം. ഇന്നിങ്സ് തുടങ്ങാൻ പോകുന്നത് നാഗയും അർജുനുമാണല്ലേ? രണ്ടാമത്തെ ബോൾ കാണികളുടെ ഇടയിലേക്ക്. വേദന കൊണ്ട് കാണികൾ കരയുന്ന ഒച്ച. കാണികൾ സ്റ്റേഡിയത്തിന് വെളിയിലേക്ക് പോവുകയാണ്. ഇവിടെ ഇരിക്ക. മോളെ കരയല്ലേ, ഞാനൊന്ന് അവരോട് സംസാരിച്ചിട്ട് വരട്ടെ. കരയല്ലേ 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 കരയല്ലേ, പേടിക്കണ്ട കേട്ടോ. ഓക്കെ. വൈ ഷീസ് ലൈക്ക് ദാറ്റ്? അല്ല, എന്റെ അടുത്തുനിന്ന് ഒരു ഹെൽപ്പ് മേടിച്ചപ്പോ എന്താവാനാ? അങ്ങനെ നമ്മുടെ ചെക്കന് രാത്രി പെണ്ണുങ്ങളെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. തമാശ പറയാതെ വെറുതെ ഇരി. പാവല്ലേ, പാർക്കിൽ ഒറ്റയ്ക്കിരിക്കല്ലേന്ന് ഓർത്ത് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞപ്പോ എന്റെ മുഖത്ത് നോക്കി അവളെ നോന്ന് പറഞ്ഞു കളഞ്ഞു. പാർക്കിൽ ചിലപ്പോ കുറച്ചു നേരം കൂടി ഇരിക്കാൻ തോന്നി കാണും. ഇല്ല മോനെ, അവൾക്ക് ഇപ്പോഴും എന്നോട് നല്ല ദേഷ്യമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുഞ്ഞു പാവാടാ, അതിനിപ്പോഴും എന്നോട് എന്ത് സ്നേഹമാണെന്നറിയാവോ? അറ്റ്ലീസ്റ്റ് ആ കുട്ടിക്ക് വേണ്ടെങ്കിലും നോക്കിയെന്ന് പറഞ്ഞൂടെ അവക്ക്? അതാണോ കാര്യം? സോ നിനക്ക് ഫീൽ ആയത് മോളെ കുറിച്ച് ആലോചിച്ചിട്ടാ? അതെ, അമ്മയെ കുറിച്ചല്ല. അശോക, അല്ല, ഇത്ര സമയം ആയില്ലേ, അവര് വീട്ടിൽ പോയിട്ടുണ്ടോ ഇല്ലയോ? ബസ്, ക്യാബ്, ഓട്ടോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവോ? കറക്റ്റ്, ബാംഗ്ലൂർ എന്ന് പറയുന്ന കാട്ടിൽ വാഹനങ്ങൾ കുറവാണ്. വായടക്കട. അഥവാ അവളങ്ങനെ ഓക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടി എന്റെ കൂടെ സന്തോഷത്തോടെ കാറി വരില്ലായിരുന്നോ? അയ്യോ, പ്രധാനമായ ഒരു കാര്യം മറന്നുപോയടാ. ആ കുഞ്ഞിനെ വിളിച്ചൊരു താങ്ക്സ് പറഞ്ഞില്ല. ആദ്യം തന്നെ അവളെ വിളിച്ച് താങ്ക്സ് പറഞ്ഞിട്ടുള്ള കാര്യം. താങ്ക്സാ? ആർക്കാ? നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ഞാൻ എന്തായാലും തിരിച്ചു തരും. ദയവ് ചെയ്ത് പുറത്തു പോ. അതേ, എപ്പ തരും? എനിക്ക് ചോദിച്ച് 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 ക്ഷമ നശിച്ചിട്ടുണ്ട്. ഫോൺ ചെയ്ത് അവളോടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ച എന്നോടുള്ള ദേഷ്യത്തിന് അവള് ഫോണും എടുക്കുന്നില്ല. നേരെ വീട്ടിൽ പോയി നോക്ക്. ഹലോ ഫ്രണ്ട്. ഹേയ്, ഹായ്. ഞാനാണെന്ന് എങ്ങനെ മനസ്സിലായി? അമ്മ പറഞ്ഞു തന്നോ? ഇല്ല, എനിക്ക് തന്നെ തോന്നി. ഫോർ ഫ്രണ്ട്. വെരി സ്മാർട്ട്. ഞാൻ എന്തിനാ ഇപ്പൊ വിളിച്ചെന്നറിയോ? ഞാൻ നടക്കരുതെന്ന് വിചാരിച്ചൊരു ജോലി നീ പറഞ്ഞതുപോലെ നടന്നില്ല. അതിന് താങ്ക്സ് പറയാനാ ഞാനിപ്പോ വിളിച്ചേ. യു ആർ മൈ ലക്കി ചാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ലിറ്റിൽ ഫ്രണ്ട്. വെൽക്കം ഫ്രണ്ട്. എന്താ ഫ്രണ്ട് അല്ലായത്? എന്തു പറ്റി? നിങ്ങൾ എന്റെ പെർമിഷൻ ഇല്ലാതെ വീടിനുള്ളിലേക്ക് വന്നത് തന്നെ തെറ്റ്. എന്റെ മോൾ എത്ര പേടിച്ചിട്ടുണ്ടോന്ന് അറിയോ? എന്ത് പറയാനുണ്ടെങ്കിലും രാവിലെ വന്ന് പറ. നേരം വിളിക്കുമ്പോ വരാൻ ഞാനെന്താ പേപ്പർ ബോയ് ആണോ? നോക്കിയിട്ട് പോടാ. അതൊന്നും പറ്റില്ല മോളെ. അതെന്തായാലും ഇപ്പൊ തന്നെ സെറ്റിൽ ചെയ്യണം. ഫ്രണ്ട് ആരാത്? ആരവിടെ സംസാരിക്കുന്നത്? അത് ബാഡ് അങ്കിളാ. ചോദിക്കുന്ന രീതി ഇതല്ല, മനസ്സിലാക്കിക്കോ. മനസ്സിലാകുന്നുണ്ട്. നിന്റെ ഭർത്താവിന് കാശ് കൊടുത്തിട്ട് എന്റെ സമയാ പോയത്. നീ കടം തീർക്കുന്നതുവരെ ഈ വിദ്യാശങ്കരൻ എങ്ങോട്ടും പോകുന്നില്ല. എനിക്ക് ബാഡ് അങ്കിളിനെ ഇഷ്ടമല്ല ഫ്രണ്ട്. പാവം അമ്മ. നീ ബ്രേവ് ഗേൾ അല്ലേ? ഇതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മയ്ക്ക് ഒന്നും ആവില്ല. നീ ധൈര്യത്തോടെ ഇരുന്നാൽ അമ്മയ്ക്ക് ഒരു ധൈര്യം വരും. ബി ബ്രേവ് ആൻഡ് കൗണ്ട് ടു 10. കം ഓൺ. 10 വരെ എണ്ണിയാൽ എന്താ സംഭവിക്കുക? നിന്റെ അടുത്ത് ഒരു മാജിക് പവർ ഉണ്ട്. ശരി, കണ്ണടച്ച് 10 വരെ ഒന്ന് എണ്ണിക്കാൻ ഞാനൊന്ന് നോക്കട്ടെ. 1. അശോക്, നീ ആ ഫോണിൽ എന്നേ. എന്താ പ്രശ്നം? ഏതോ ഒരു വിദ്യാശങ്കർ അവരുടെ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കാന്ന്. നീ അങ്കിളിന് ഫോൺ ചെയ്ത് ആരാന്ന് അന്വേഷിച്ചേ. ഫാസ്റ്റ് ഫാസ്റ്റ് ഫാസ്റ്റ്. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് പോയില്ല
എങ്കിൽ ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കും. അയ്യോ, നീ എന്തിനാ മോളെ കഷ്ടപ്പെടുന്നത്? ഞാൻ എന്റെ പയ്യന്മാരെ വിട്ടോളാം, അവര് പോയി വിളിച്ചോളും. എടാ, ആ ചേട്ടാ, ആ പറ ചേട്ടാ. ആ, ഞാനിവിടെ അടുത്ത് തന്നെയുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ചേട്ടാ? ആ ചേട്ടാ, ശരി ചേട്ടാ. ഏയ്, എല്ലാ സാധനവും യഥാസ്ഥാനത്ത് എടുത്ത് വെക്കടാ. വേഗം വേഗം വേഗം. അതാ അവിടെ, ഇതിവിടെ വേഗട്ടെ. ചേച്ചി, ആരാ ചേച്ചി നിങ്ങള്? ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ അവിടെ വരെ എത്തിയോ? അതിൻ്റെയൊക്കെ കാര്യമുണ്ടോ? എന്താ ചേച്ചി നിങ്ങള് ആ റേഞ്ചിലാണോ നിങ്ങളുടെ പിടി? വരട്ടെ ചേച്ചി. ചേച്ചി, ഇനി നിങ്ങൾക്ക് എപ്പോ തരാൻ പറ്റുമോ അപ്പ പൈസ തന്നാ മതി. എനിക്കൊരു പ്രശ്നമില്ല. ഏയ് ചേച്ചി, എല്ലാം അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടേ. എടാ, വട വട വട. നീ പറഞ്ഞത് ശരിയാണല്ലോ. എല്ലാരും ഇവിടെ പോയി. കണ്ടില്ലേ, യു ക്യാൻ ഡു മാജിക്. ഇത് എന്റെ മാജിക് ആണെന്നോ? ആ, അതെങ്ങനെ? നിന്റെ മുഖത്ത് ഇപ്പൊ ഒരു പുഞ്ചിരിയില്ലേ, അത് തന്നെയാ മാജിക്. അതായത് പുഞ്ചിരി മാജിക്. നിന്റെ പുഞ്ചിരിക്ക് ഒരു പ്രത്യേക പവർ ഉണ്ട്. സത്യമായിട്ടും നിനക്കൊരു മാജിക് പവർ ഉണ്ട്. യു ആർ എ ട്രൂ മജീഷ്യൻ കേട്ടോ. സീതമ്മ, ഞാൻ മജീഷ്യനാണ്. അത്ര മജീഷ്യൻ. സിഹി, ഇങ്ങനെ മറ്റൊരാളുടെ സഹായം ചോദിക്കാൻ മാത്രം പെർമിഷൻ ചോദിച്ചിരുന്നോ നീ? ഹലോ, ഐ ആം സോറി. എന്നോടുള്ള ദേഷ്യം വെറുതെ അവളോട് തീർക്കണ്ട. മറ്റൊരാളെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് എത്ര വട്ടം പറഞ്ഞു തരണം നിന്നോട്? അവരൊക്കെ എന്തെങ്കിലും വലിയ വലിയ ഡിസ്കഷനിലായിരിക്കും. ഫോൺ കട്ട് ചെയ്യ്. വേണ്ട വേണ്ട വേണ്ട. സിഹി അല്ല എന്നെ വിളിച്ചത്, ഞാൻ അവൾക്ക് ഫോൺ ചെയ്തത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു താങ്ക് ഹർ. എനിവേസ്, താങ്ക് യു സോ മച്ച് മൈ ഡിയർ ലിറ്റിൽ ഫ്രണ്ട്. യു സ്റ്റേ സേഫ്, ഓക്കെ? അത് നിന്റെ വീടാ, ആരും ഇനി ശല്യം ചെയ്യാൻ വരില്ല. ഈ സമയത്ത് വേറെ ആൾക്കാരെ ഫോണൊക്കെ വിളിച്ച് അവരുടെ സമയം നീ കളയരുത്. ഫോൺ കട്ട് ചെയ്യ്. ഫോൺ കട്ട് ചെയ്തത് അവര് കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോഴാ മാജിക് നടന്നത്. അത് നടന്നതല്ല, നടത്തിയതാ. ഞാൻ കണ്ണ് തുറന്നപ്പോഴേക്കും അവരെവിടെ പോയി? താങ്ക് യു നിന്റെ മാജിക്കിന്. ഇനി ഇവിടെ ആരും നമ്മളെ ശല്യം ചെയ്യാൻ വരില്ലല്ലോ സീതമ്മ. ഇത് നമ്മുടെ വീടാ, ഇനി നമ്മൾ സേഫ്. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. നിങ്ങളിത് എങ്ങനെ അറിഞ്ഞു? ഏയ്, എല്ലാ സാധനം അവിടെ തന്നെ വെച്ചിട്ട് വേഗം വാടാ. ഇത്രയും ചെറിയ പ്രശ്നം അവിടം വരെ എത്തിയോ? നിങ്ങൾ ഇത്രയും വലിയ ആളായിരുന്നോ? അത് നിന്റെ വീടാ, ആരും ഇനി ശല്യം ചെയ്യില്ല.
സിഹി സിഹി താങ്ക് യു ഫ്രണ്ട്. നീയാണ് എനിക്ക് ഈ മാജിക് പഠിപ്പിച്ച് തന്നത്. ഞാൻ അയാളോട് കുറച്ച് ഓവറായിട്ട് പെരുമാറിയത്. അയാൾ എന്തോ വലിയ ടെൻഷനിലായിരുന്നു. അയാൾ എന്തായാലും വെറുതെ എന്നോട് ദേഷ്യപ്പെടില്ല. ഞാൻ അങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് സിഹിക്കും വിഷമായിട്ടുണ്ടാവും. ഞാനൊരു താങ്ക്സ് പോലും പറഞ്ഞില്ല. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നു. താങ്ക് യു. ഒരുപാട് ലേറ്റായി. നാളെ രാവിലെ ഓഫീസിൽ വെച്ച് നേരിട്ട് തന്നെ താങ്ക്സ് പറയാം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ഐ വാണ്ട് ഇറ്റാലിയൻ ബ്രേക്ക്ഫാസ്റ്റ്. മിണ്ടാതിരി, ഇറിറ്റേഷൻ ആക്കല്ലേ. എന്തിനാടി ഇങ്ങനെ മക്കളെ വളർത്തുന്നേ? ശബ്ദം ഉണ്ടാക്കല്ലേ. അവിടെ വെക്ക്, താഴെ വെക്കാൻ. ആ ജോലി നിനക്ക് തന്നെ അങ്ങ് ചെയ്താ പോരെ? അമ്മയെന്ന് പറഞ്ഞാൽ മക്കളെ സ്നേഹിച്ച് വളർത്തണം. അറിയില്ലെങ്കിൽ അത് പഠിക്കുക തന്നെ വേണം. എന്തിനാടി ഇങ്ങനെ വളർത്തുന്നേ? എന്റെ ചുറ്റുമുള്ളവരെ നീ തന്നെ എന്റെ ഭർത്താവെന്നുള്ളത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി. അമ്മേ, ഇറ്റാലിയൻ ഏയ്, ഇടയ്ക്ക് കയറി സംസാരിക്കാനുള്ള പെർമിഷൻ തന്നോ? പ്ലേറ്റ് അവിടെ വെച്ചിട്ട് പോ. Put the plate down. മോനെ, എന്തിനാണ് നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ? എന്റെ ചക്കരയല്ലേ, എന്റെ മുത്തല്ലേ, അമ്മ പറഞ്ഞ കേൾക്കുന്ന മിടുക്കനല്ലേ? കഴിക്കേ, വാ കാണിക്ക്, വാ കാണിക്ക്. വേണ്ട. എനിക്ക് ഇറ്റാലിയൻ ഫുഡ് തന്നെ വേണം. എന്താ മോനെ, എന്തിനാ അമ്മ ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മ എന്ത് വിളമ്പിയാലും നമ്മളത് കഴിക്കണ്ടേടാ. നോക്കച്ച, എല്ലാത്തിനും വാശി പിടിക്കാൻ തുടങ്ങിയിരിക്കവൻ. പറഞ്ഞ ഒരു അനുസരണ ഇല്ലാതായിരിക്കുക. ആര് പറഞ്ഞു കേൾക്കില്ലെന്ന്? നമ്മുടെ അനി അടിപൊളിയല്ലേ. ഹീസ് എ ഗുഡ് ബോയ്. ഇന്ന് ഞാൻ തന്നെ നമ്മുടെ അനിക്ക് ഭക്ഷണം കൊടുക്കാം. ആ അനികേത, നീ ഒരു വലിയ കുട്ടിയാവുമ്പോ നിന്റെ ബിഗ് ബ്രദർ രാമനെ പോലെ ആകണം. സിഹി, എല്ലായിടത്തും കറക്റ്റായിട്ട് ബാഗിൽ വെച്ചിട്ടില്ലേ? ഇറങ്ങാൻ നേരത്തെ ഓരോന്ന് തപ്പി നടക്കല്ലേ. ആച്ചി, അയ്യോ, കണ്ടില്ലേ, ഇന്നലെ ഐസ്ക്രീം കഴിച്ചെന്റെ ഇപ്പൊ കോൾഡ് വന്നേ. ഞാൻ ഐസ്ക്രീം വാങ്ങണമെന്ന് പറഞ്ഞ് നിന്നെടുത്ത് വാശി പിടിച്ചോ? നീയല്ലേ എനിക്ക് വാങ്ങി തന്നത്. ശരി, പോട്ടെ, ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമുക്കെന്താ ജലദോഷം വരണമെന്ന് പറ. എങ്ങനെയാ? എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊക്കെ മൂക്കിന്റെ മേളില് ഐസ് വെച്ച് നടക്കുകയല്ലേ, അതുകൊണ്ടാണ്. പ്ലീസ്, ഇപ്പൊ പോയി നീ നിന്റെ ബാഗൊക്കെ ശരിയാക്കി വെക്ക്. സമയം പോകുന്നു, ഒരുപാട് ലേറ്റ് ആവും. നിനക്ക് ഹെൽപ്പ് ആവുമെന്ന് കരുതിയിട്ടല്ലേ ഞാൻ ടിഫിൻ ബോക്സ് തുറന്നു തന്നത്. ഈ ചപ്പാത്തി ഞാൻ തന്നെ വരുത്താം. വേണ്ട, ഇവിടുത്തെ ജോലിയൊക്കെ ഞാൻ വേഗം തീർത്തോളാം. എല്ലാം നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ഇത്ര വാശി എന്താ? ഇതെന്താ ചപ്പാത്തി വേവുന്നില്ലല്ലോ? അശോ, ഗ്യാസ് തീർന്നല്ലോ. എനിക്കാണെങ്കിൽ ഓഫീസിൽ പോകാനും ലേറ്റ് ആവുന്നല്ലോ. സിഹി, ഇന്ന് എന്തായാലും ഇത് ശരിയാക്കി ഫുഡൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് സമയം ഒരുപാടാവും. ഉച്ചയ്ക്കും എന്റെ പൊന്നു മോൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. അയ്യോ, അതൊന്നും കുഴപ്പമില്ല സീതമ്മ. ഇഷ്ടമല്ലാതെ കുറെ തിന്നുന്നതിനേക്കാളും നല്ലതല്ലേ ഇഷ്ടത്തോടെ കുറച്ച് മാത്രം തിന്നുന്നത്. അപ്പൊ എന്റെ കൊറേ ഫുഡ് ഉണ്ട്, കൊറേ ഫുഡ്. ഈ ജൂനിയർ സീനിയർ കാര്യത്തിലെ ഓഫീസിലെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം അങ്ങ് മറന്നുപോയി. അല്ല, എന്തു പറ്റിയച്ചാ? നിന്നോടല്ല മോളെ, രാമനോട്. രാമ, ഞാൻ അന്ന് പറഞ്ഞ കാര്യം അശോക് നിന്നോട് പറഞ്ഞായിരുന്നോ? എന്താ കാര്യം? എനിക്കറിയില്ലല്ലോ. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ.
അതൊന്നുമല്ല മോനെ, ഞാൻ അന്നേ നിന്റെ കൂടെ. ഓ, സൂരി 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 ഓ. ഒരു ഇമ്പോർട്ടന്റ് കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം ഒന്ന് വേഗം വരാവോ? ആ, ആയിക്കോട്ടെ. എന്താ അശോക്? ഒന്നുമില്ല, പിന്നെ പറയാം. സൂരി ബാ. ഹലോ, അത് ഞങ്ങളുടെ അച്ഛനാണെന്ന് മറക്കരുത്. അറ്റ്ലീസ്റ്റ് പ്രായത്തെങ്കിലും ബഹുമാനിക്കാൻ പഠിക്കേ. നിങ്ങൾ എന്തിനാ വിശ്വ അതിൽ ഇടപെടുന്നത്? അച്ഛനങ്ങനെ വിളിക്കുന്നതില് അച്ഛനെ യാതൊരു എതിർപ്പുമില്ലല്ലോ വിശ്വേട്ടാ. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം? കറക്റ്റ് മോളെ, ഇവനെ ഇങ്ങനെ നിൽക്കുന്നതാ എനിക്കിഷ്ടം. ആ ഇമ്പോർട്ടന്റ് കാര്യം എന്തായിരുന്നു? ബാ. അനി, നീ വേഗം കഴിക്കണം കേട്ടോ. ഞാൻ വേഗം പോയിട്ട് വരാം കേട്ടോ. ഇവിടെ എന്തൊക്കെയോ മണക്കുന്നുണ്ട്. ഓഫീസിലെ എന്തൊക്കെയോ കാര്യം ഇവർ എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നു. അതെന്താണെന്ന് കണ്ടുപിടിച്ച് മതിയാവും. ചിന്തിക്കൊന്നും വേണ്ട സീതമ്മ, ദൈവം ഉണ്ടെന്നല്ലേ പറയുന്നേ. അപ്പൊ ഭക്ഷണം കൊണ്ടുവന്നോളൂ. സിഹിമോളെ, കൂട്ടം കഴിച്ചായിരുന്നോ? നോക്ക്, ഞാൻ നിനക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നേക്കുന്നെന്ന്. ഇതാ നിന്റെ ഫേവറേറ്റ് ചൂട് ചൂട് പൂരി. സീതമ്മ, അതെ എഞ്ചിനീയർ സാറേ, വെറും പൂരി മാത്രം കഴിച്ചാ മതിയോ? ചായയും കറിയും ഒന്നും വേണ്ടേ? സീതമ്മ, നീ കണ്ടോ മുത്തശ്ശനെ? നിന്റെ പ്രോബ്ലം ഒക്കെ മാറ്റിയത് കണ്ടോ? രാവിലെ ഗ്യാസ് തീർന്നു പോയി. ഉച്ചയ്ക്ക് ലഞ്ചിന് എന്ത് കൊടുത്തുവിടുമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരുന്നത് ഞാൻ. ഒരുപാട് നന്ദിയുണ്ട്. സീതമ്മയുടെയും എന്റെയും നന്ദിയുണ്ട്. നിന്റെ അമ്മ ഞങ്ങൾക്ക് ചെയ്യുന്ന സഹായം വെച്ച് നോക്കുമ്പോ ഇതൊന്നും അല്ല. വാ ഇരിക്ക്, കഴിക്കാൻ നോക്ക്. നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലമ്മേ. നീ പോയിക്കോ മോളെ, സിഹിയെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ അമ്മേ. ബൈ സിഹി. സീതമ്മ, എന്തു പറ്റി? ഈ ഹാർട്ട് നീ എന്റെ ഫ്രണ്ടിന് കൊടുക്കണം. അദ്ദേഹത്തോട് എനിക്കും ഒരു താങ്ക്സ് പറയാൻ ബാക്കിയുണ്ടല്ലോ. പെട്ടെന്ന് വിളിച്ചിട്ട് മീറ്റിംഗ് കൊണ്ട് ഇപ്പൊ തന്നെ വരണമെന്ന് പറഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരില്ലേ? എല്ലാത്തിനും പീജിൽ നിർത്തണം, അപ്പോഴേ മനസ്സിലാവും. ഗുഡ് മോർണിംഗ് പറയാൻ റൈറ്റ്സ് ഉണ്ടോ സർ? യുവർ ലക്ക് ഈസ് റൈറ്റ് ടുഡേ. കറക്റ്റ് സമയത്ത് വന്നല്ലോ. ലേറ്റ് ആയിട്ട് വരുന്നവർക്ക് ഓഫീസിനകത്തേക്ക് പ്രവേശനമേ ഇല്ല. നേരെ കംപ്ലൈന്റ് രജിസ്റ്റർ ആവും. ഫൈൻ സർ. അയ്യോ, സീത ഇതുവരെ വന്നില്ലല്ലോ. ഈ നമ്പർ കാണിക്ക് ഡോറിന്റെ അടുത്ത് തന്നെ നിൽക്കുക. സർ, ഇന്നെന്താ വേഗം വരണമെന്ന് പറയാൻ കാരണം? ഓരോരുത്തരോടും ഇത് പറയാൻ കഴിയില്ല. എല്ലാവരോടും ഒരുമിച്ച് തന്നെ പറഞ്ഞോളാം. ഓക്കെ സർ. അയ്യോ, ഫോൺ എടുക്ക്. ആവശ്യത്തിന് വിളിച്ച ഫോണും എടുക്കില്ല. എല്ലാവരും വന്നില്ലേ? ഇന്ന് നമ്മുടെ കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് സിഇഒ സൂര്യപ്രകാശ് ദേശായി സാർ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മളെല്ലാവരും എത്രത്തോളം ശ്രദ്ധയോടുകൂടിയാണ് ജോലി ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവണം. പ്രധാനമായും വേണ്ടാന്ന് തോന്നുന്ന ഡോക്യുമെന്റ്സ്, മറ്റ് ഡേറ്റകളൊന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ നോക്കണം. ഗോട്ട് ഇറ്റ്? അതെന്തിനാ സാർ അങ്ങനെ ചെയ്യുന്നത്? അത് പറയേണ്ടവരോടെല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡേറ്റ എല്ലാം ഡിലീറ്റ് ആക്കണം, മനസ്സിലായോ? മോളിന്ന് ആരെങ്കിലും അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ പറഞ്ഞോളാം ഉത്തരം. നിങ്ങൾ ആരും ഒരക്ഷരം മിണ്ടണ്ട, മനസ്സിലായോ? ഗോട്ട് ഇറ്റ്? ഓക്കെ സർ. അദ്ദേഹം എന്തെങ്കിലും ചോദിച്ചാൽ ബൈ എനി ചാൻസ് ജസ്റ്റ് എ മാനേജർ വിൽ ആൻസർ. ഗോട്ട് ഇറ്റ്? എന്താ കല്യാണ വീട്ടിലേക്ക് വരുന്നത് പോലെ ആടിപ്പാടി വരുന്നത്? സോറി സർ, എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഒരുപാട് ലേറ്റ് ആയോ? ആ, സബാഷ്. ഇനി മുതൽ ഇവിടുത്തെ മാനേജറുടെ ജോലി മാഡം അദ്ദേഹം കൃത്യസമയത്താണോ വന്നത്, ലേറ്റ് ആയിട്ടാണോ വന്നതെന്ന് ചെക്ക് ചെയ്യുന്നതാ, അല്ലേ? സോറി സർ, എനിക്കറിയില്ലായിരുന്നു. Shut up.
വേഗം വരണമെന്ന് ഞാൻ ഇമെയിൽ അയച്ചതല്ലേ? ഇനി ഓരോരുത്തരും വീട്ടിൽ വന്ന് വിളിച്ചറിയിക്കണോ? മെയിലോ? ഞാൻ കണ്ടില്ല സർ, സോറി. ചരൺ സാർ, ബോസ് വന്നു. ഇവിടെ നിന്നൊരു സീൻ ക്രിയേറ്റ് ചെയ്യണ്ട, വേഗം പോയി ജോലി ചെയ്യാൻ നോക്ക്. ഓക്കെ സർ. നമസ്കാരം സാർ. എന്തിനാ ചിരിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എല്ലാരും ഇരുന്നോളൂ. വെറുതെ എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാൻ വന്നതാ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? സുഖാണ് സർ. ഓക്കെ, നിങ്ങളിപ്പോ ജോലി നോക്കിക്കോളൂ, അത് കഴിഞ്ഞിട്ട് കാണാം. ഷാൽ വി പ്രൊസീഡ്? സാർ, യെസ് സർ, വി ഷാൽ പ്രൊസീഡ്. റാം, നീം ബാ. ടെൻഷൻ ആയതുകൊണ്ട് ഇന്നലെ ചൂടായത് ഞാൻ. അതിന് സോറി പറയണം. അതെങ്ങനെ പറയുമെന്ന് ഒരു ഐഡിയ ഇല്ല. നിങ്ങളോട് ദേഷ്യമുണ്ടെന്നുള്ളത് സത്യം. പക്ഷേ ഇന്നലെ നിങ്ങൾ സിഹിയെ വിളിച്ച് ധൈര്യം കൊടുത്തില്ലേ, അതിന് നിങ്ങളോട് എനിക്ക് നന്ദി പറയണം. പക്ഷെ അതെങ്ങനെ പറയുന്ന മനസ്സിലാവാത്ത. സാർ, ഇവിടത്തേക്ക് കോഫി, ടീയോ, കൂൾ ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കട്ടെ സാർ? വേണ്ട വേണ്ട വേണ്ട. സാർ, നിങ്ങളെല്ലാവരും ഈ ഓഫീസിലേക്ക് വന്നതിൽ വലിയ സന്തോഷമുണ്ട് സാറേ.